ആചാര ലംഘനത്തിന് യുവതി പ്രവേശനത്തിന് സുപ്രീം കോടതി ആധാരമാക്കിയ ആ അഫിഡവിറ്റ് അത് പിണറായി വിജയൻ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് ആണല്ലോ. അത് അവർ തിരുത്തിയിട്ടില്ല. ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ആധാരമാക്കിയത് കലൂരിലെ മോൻസൺ മാവുങ്കലിന്റെ വ്യാജ മ്യൂസിയത്തിൽ പടച്ചെടുത്ത ചെമ്പോലയാണ്. ആ ചെമ്പോല ഇതേവരെ ആ പാർട്ടിയും പാർട്ടി പത്രവും ചാനലും തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി നേതാക്കന്മാരും തള്ളി പറഞ്ഞിട്ടില്ല. എം സ്വരാജിന്റെ വിഖ്യാതമായ പ്രസംഗമുണ്ട്. പ്രളയകാലത്ത് 2018 പ്രളയകാലത്ത് പമ്പാ നദിയിൽ വെള്ളം പൊങ്ങിയപ്പോൾ കന്നി അയ്യപ്പന്മാർ വരാതിരുന്നത് കൊണ്ട് മാളികപ്പുറവുമായിട്ടുള്ള കല്യാണം നടന്നു, അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന്. അത് ഇതുവരെ CPM സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിന്റെ പ്രസംഗം അദ്ദേഹം തിരുത്തിയിട്ടില്ല, ആ പാർട്ടി തിരുത്തിയിട്ടില്ല. അവിടെ ഒരുപാട് യുവതികളെ കയറ്റിയിട്ടുണ്ടെന്ന് MM മണിയുടെ പ്രസ്താവനയുണ്ട്, പാർട്ടി തിരുത്തിയിട്ടില്ല. ശബരിമല ശാസ്താവിന് മാത്രമല്ല അവിടെ തന്ത്രിക്കും മേൽശാന്തിക്കും ബ്രഹ്മചര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചു കാണിച്ച പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പോഴത് പറയുന്നില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സാങ്കേതികമായ യുവതീ പ്രവേശന വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആരും പക്ഷേ ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുപോകുന്നുമില്ല. അല്ല, റാഷിദ, ഞാൻ അതിലേക്കാണ് വരുന്നത്. സാങ്കേതികമായി ആ വിധി നിലനിൽക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആരും പോകുന്നില്ല? 1000 പോലീസുകാരുടെ അകമ്പടിയിൽ പോലീസ് യൂണിഫോം ഇടിച്ചിട്ടല്ലേ ആക്ടിവിസ്റ്റുകളെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചത്. ബിന്ദു അമ്മണി, രഹന ഫാത്തിമ, കനകദുർഗയൊക്കെ അവർ വിശ്വാസികളായിരുന്നോ? അവർ ഏതെങ്കിലും മതത്തിലെ വിശ്വാസികളായിരുന്നോ? ആയിരുന്നില്ലല്ലോ. ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണോ ഈ സർക്കാർ പോരാട്ടം നടത്തിയത്? ശബരിമല അയ്യപ്പനിൽ വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു യുവതി അവിടെ പ്രവേശിക്കാൻ തയ്യാറായിരുന്നോ? യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നോ ഇവർ ഈ പ്രകടനവും പ്രചരണവും നടത്തിയത്? 50 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വനിതാ മതിൽ ഒരുക്കിയില്ലേ ഇവര്? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഏത് സ്ത്രീക്ക്, ഏത് ശബരിമല ശാസ്താവിന്റെ ആ ദൈവികത്തിൽ വിശ്വസിക്കുന്ന ഏത് സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം ഇവർ നടത്തിയത്? അപ്പൊ ഇവരുടെ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ എല്ലാ വീടും കയറി ഇറങ്ങി ഇവർ മാപ്പരന്നില്ലേ? അതിനുശേഷം കുറച്ചു കാലം മുമ്പല്ലേ പമ്പാ നദീതീരത്ത് ഇവർ വീണ്ടും ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1000 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 ലക്ഷം രൂപയുടെ കട്ടിൽ കിടന്നുറങ്ങിയിട്ട് വലിയ റൊട്ടിക്കഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇപ്പൊ അതിന്റെ കള്ളം മുഴുവൻ പുറത്തേക്ക് വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നു. ശബരിമല ശാസ്താവിനോട് ഇവർക്ക് കുറെ കാലങ്ങളായിട്ടുണ്ട് ഈ പക. ഇവർക്ക് എന്തിനാണ് അയ്യപ്പനോട് പക? ഈ കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇനി അവിടെയൊക്കെ അതൊക്കെ തിരുത്തണമെങ്കിൽ CPM ഒരുപാട് കാലം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പ്രസംഗിച്ച CPMന്റെ നേതാക്കന്മാർ പള്ളി കമ്മിറ്റിയിലും അമ്പല കമ്മിറ്റിയിലും നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനമെടുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവര് വടക്കൻ കേരളത്തിലൊക്കെ ഇവരാണ് അമ്പല കമ്മിറ്റി പള്ളി കമ്മിറ്റി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊന്നുകിൽ പറയണം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, ഞങ്ങൾക്ക് 10 പതിറ്റാണ്ടുകളോളം തെറ്റുപറ്റിപ്പോയി എന്ന് പറയണം. ഇവർ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും വന്നിട്ട് കാണാതായ പുഷ്പനെ തപ്പിക്കൊണ്ടിടക്കുക. പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച്. ഇവരെന്നാ ഇത് തുടങ്ങിയത്? ഇവരെ രാഷ്ട്രീയത്തിൽ ഇവർക്ക് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ പറ്റാതെ വരുമ്പോ ആളുകളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അജണ്ടകൾ എടുത്ത് ഉപയോഗിക്കുക. യുവതി പ്രവേശന സമയത്ത് ഇവരെടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? സുപ്രീം കോടതി വിധി ഇപ്പോഴും ഉണ്ടല്ലോ. പിണറായി വിജയന്റെ പോലീസ് ഇപ്പോ ഏതെങ്കിലും ഒരു യുവതി അവിടെ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇവർ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചപ്പോ രഹന ഫാത്തിമയെയോ കനകദുർഗയെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിന്ദു അമ്മണിയൊക്കെ അവർ വിളിച്ചിരുന്നോ? ഇവർക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ ആക്ടിവിസ്റ്റുകളല്ലേ? ഞാൻ പറയുന്ന ആക്ടിവിസ്റ്റുകൾക്ക് കയറാനുള്ള സ്ഥലമാണോ ഈ വിശ്വാസ ഇടങ്ങള്, പള്ളികളും ദേവാലയങ്ങളും ഒക്കെ? അവിടെ വിശ്വാസികളാണ് ചെല്ലേണ്ടത്. ആ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രത്യേകതരം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ടാകും. അത് വിശ്വസിക്കുന്നവർക്ക് പോകാനുള്ള ഇടമാണ്. എല്ലാവർക്കും കയറി ചെല്ലാനുള്ള ഇടമാണോ എല്ലാ പള്ളികളും അമ്പലങ്ങളും ഒക്കെ? ഓരോ പള്ളിയിലും ഓരോ അമ്പലത്തിലും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവും. എല്ലായിടത്തും എന്നെ പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നതിൽ എന്ത് നീതിയുള്ള? അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ ബാധ്യതപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അനുഷ്ഠിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പോകാം. അല്ലാതെ എല്ലായിടത്തും എന്നെ കയറ്റണമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അതല്ല യഥാർത്ഥത്തിൽ മതേതരത്വം. നമ്മുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുകയും ആ മതസാരങ്ങൾ ഉൾക്കൊള്ളുകയും അതുപോലെ മതവിശ്വാസമില്ലാത്തവരെ ഉൾക്കൊള്ളുകയും ഇതിനൊക്കെ ഒരു മാന്യതയോടെ നീതിബോധത്തോടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്താണ്? കോൺഗ്രസ് വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന രീതിയിലാണല്ലോ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എങ്കിൽ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് സർക്കാരിനോട്? ഈ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്തൊക്കെ എടുത്ത നിലപാട് പോലെയുള്ള ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഔദ്യോഗികമായി സർക്കാർ കൊണ്ടുപോയി വെക്കണം എന്നുള്ളതല്ലേ? എന്ന് വെച്ചാൽ സർക്കാരിന്റെ പഴയ നിലപാടിൽ നിന്ന് യു-ടേൺ അടിക്കണം എന്ന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തർക്കം തീരുവോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രം തർക്കം തീരില്ല. അന്ന് അവർ ചെയ്തത് വലിയ പാതകമായിരുന്നു എന്ന് അവർ മാപ്പ് പറയണം. 2600 കേസുകളിൽ പ്രതിയാക്കിയിട്ടുള്ള 10-25,000 മനുഷ്യരുടെ കേസുകൾ പിൻവലിക്കണം. കേരളത്തിലെ കോടതി വരാന്ത കയറി നടക്കുന്ന 10-25,000 മനുഷ്യരുണ്ട്. ആ കേസുകൾ പിൻവലിക്കണം.
അതിൽ ആസൂത്രിതമായിട്ട് അക്രമം നടത്തിയ, കലാപം നടത്തിയ കേസുകൾ അവരെന്താ കൈകാര്യം ചെയ്തോട്ടെ. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ നടത്തിയ സമരത്തിന്, നാമജപ ഘോഷയാത്രകൾ, അതുപോലെ ചില വിശ്വാസികൾ നടത്തിയിട്ടുള്ള സമരങ്ങൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള നരവേട്ട നടത്തിയിട്ടില്ലേ? അവർക്കെതിരെയുള്ള ആ കേസുകൾ നിയമപരമായ ഉത്തരവാദിത്വം മാത്രമല്ല, രാഷ്ട്രീയമായും മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. എല്ലാ സമുദായങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആചാരങ്ങളിൽ കാലത്തിനനുസൃതമല്ലാത്തതും അതിൽ കുഴപ്പങ്ങളുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യന്റെ നീതിബോധത്തിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതാത് സമുദായങ്ങളിലും മതങ്ങളിലുമുള്ള നവോത്ഥാനത്തിലൂടെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യപ്പെടാൻ. ഏതെങ്കിലും ഒരു സർക്കാർ യാതൊരു മതവിശ്വാസവും ഇല്ലാത്ത ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇടിച്ച് ഇരുട്ടിന്റെ മറവിൽ കയറ്റിക്കൊണ്ടുപോയി അല്ല അത് സാധിക്കേണ്ടത്. ഇനി ഞങ്ങൾ നവോത്ഥാന പാതയിലാണെന്നല്ലോ ബൽദേവ് അവകാശപ്പെടുന്നത്. ഈ നവോത്ഥാന പാതയിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വനിതാ മതിൽ കെട്ടാൻ പോയ മറ്റേ CPM-ന്റെ ഹൈക്കു കവിത എഴുതുന്ന ഒരു സഖാവാണ് 2-3 മനുഷ്യരെ നരബലി നടത്തിയത്. എലന്തൂര് അല്ലെ, പത്തനംതിട്ടയില്. നിങ്ങൾ എന്ത് നിലപാടായിരുന്നു? അപ്പോ ഈ തിരുവനന്തപുരത്താണ് ഒരച്ഛൻ സമാധിയായി എന്നും പറഞ്ഞു മക്കള് ജീവനോടെയാണോ മരിച്ചിട്ടാണോ എന്ന് ഇന്നും ആർക്കും വ്യക്തമായിട്ടില്ല. സമാധി ഉണ്ടാക്കിയത് നിങ്ങൾ എന്ത് നിലപാടാണ് എടുത്തത് സർക്കാർ? ഇപ്പൊ നിങ്ങൾ നവോത്ഥാന പാതയെ കുറിച്ച് പറയണ്ട, പിന്നെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അവസ്ഥയൊക്കെ ഞാൻ അത് പറയണ്ട, അത് വേറൊരു രാഷ്ട്രീയം ആയതുകൊണ്ട് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കാം. താങ്കൾ പറഞ്ഞു പൊതുമുതൽ നശിപ്പിച്ചിട്ടാണ് കേസെടുത്തതെന്ന്. ആയിക്കോട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വൃത്തികെട്ട പൊതുമുതൽ നശിപ്പിക്കൽ നടത്തിയത് നിയമസഭയുടെ അകത്താ. MLA-മാരാ, ജനപ്രതിനിധികളാ, CPM-ന്റെ നേതാക്കന്മാരാ, സ്പീക്കറുടെ കസേരയും അതുപോലെ ലാപ്ടോപ്പൊക്കെ അടിച്ചു പൊളിച്ചത്. എന്ത് നടപടിയാണ് നിങ്ങളെടുത്തേ? അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നല്ലേ പറയാ. ആ കേസിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്നല്ല പറയാ. പൊതുസമൂഹത്തിന്റെ നികുതി പണം ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് തല്ലി തകർത്തത് വീണ്ടും കോമ്പൻസേറ്റ് ചെയ്തു. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് അത് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? പൊതുമുതൽ നശിപ്പിച്ചതിനെ കുറിച്ച് വലിയ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. ഇനി ഒരുപാടുണ്ട്. പോലീസ് ജീപ്പും KSRTC ബസ്സും സർക്കാർ ഓഫീസും ഒക്കെ എണ്ണി പറയുന്നില്ല. അപ്പൊ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ആ വല്ലാത്ത വേദനയെ കുറിച്ച് താങ്കൾ പറയരുത്. ഇനി സ്ത്രീ പ്രവേശനം, താങ്കൾ പറയുന്നത് ഇപ്പോഴും കേരളത്തിൽ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമലയിൽ പോകാൻ കാത്തു നിൽക്കുന്നത്. ആരൊക്കെയാണ് അവർ? നിങ്ങൾക്ക് എന്ത് ബോധ്യമുണ്ട്? അത്ര ഉറപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതി വിധി ഇപ്പോഴുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ശബരിമലയിൽ കയറ്റു. അന്ന് ബിന്ദു അമ്മണിയെ, രഹന ഫാത്തിമയും കനകദുർഗയും കയറ്റിയ പോലെ പോലീസ് യൂണിഫോം ഇടിച്ച് 1000 പോലീസിന്റെ അകമ്പടിയിൽ രാത്രിയുടെ മറവിൽ നിങ്ങൾ അന്ന് കയറ്റിയില്ലേ? അതുപോലെ ഇന്ന് കയറ്റാൻ ധൈര്യമുണ്ടോ? അപ്പൊ എന്താ ഇപ്പൊ ഇച്ഛാശക്തി ഇല്ലേ? ഈ വിഷയത്തിൽ സമരം തുറന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ വിശ്വാസികൾ തെരുവിലിറങ്ങിയ ഘട്ടത്തിൽ വിശ്വാസികളുടെ വോട്ടാനുകൂല്യം യഥാർത്ഥത്തിൽ കിട്ടിയത് കോൺഗ്രസിനാണ് എങ്കിലും ആത്മാർത്ഥമായി തെരുവിൽ സമരം ചെയ്തത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് എന്ന് മറിച്ചൊരു അഭിപ്രായമുണ്ടോ എന്ന് ഉല്ലാസ് ബാബു ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, അതിലൊരു പ്രശ്നം വിശ്വാസികളായിട്ടുള്ള ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. കേരളത്തിലെ വിശ്വാസികൾ മുഴുവൻ വലിയ ആവേശത്തോടെ സമരം ചെയ്ത BJP-യെ കൈവിട്ടിട്ട് ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെയാണെങ്കിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിശ്വാസികൾ മുഴുവൻ അത്ര മൗഢ്യമുള്ള ആളുകളാണോ? കേരളത്തിലെ വിശ്വാസികൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യം കൂടിയുണ്ട്. ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും കേരളത്തിലെ എല്ലാ മതവിശ്വാസങ്ങളുമായിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് സംഘപരിവാർ കാര്യം ഒഴിച്ച് ബാക്കി മുഴുവൻ മനുഷ്യർക്കും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. നിങ്ങളുടെ നേതാവ് ഇത് സുവർണ അവസരം എന്ന് പറഞ്ഞു, നിങ്ങൾ ഇതിനൊരു സുവർണ അവസരമായിട്ട് എടുത്തു. അപ്പോൾ പോലും കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം പരമാവധി അക്രമങ്ങൾ ഇല്ലാതിരിക്കുകയും ഈ വിശ്വാസത്തിന്റെ ഈ പ്രശ്നത്തിന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുക ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്തത്? ഇരുമുടിക്കെട്ട് താഴെ ഇടുക, അയ്യപ്പനോട് പുറം തിരിഞ്ഞതുകൊണ്ട് വത്സൻ തില്ലങ്കേരി പോലീസിന്റെ മൈക്ക് വാങ്ങി പ്രസംഗിക്കുക, എന്തൊക്കെ ആഭാസങ്ങളാണ് നിങ്ങൾ നടത്തിയത്? നിങ്ങൾ അക്രമങ്ങൾ നടത്തി. ഞങ്ങൾ അക്രമം നടത്താനല്ല പ്രോത്സാഹിപ്പിച്ചത്. ഞങ്ങൾ ഈ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. പകരം നിങ്ങൾ അതൊരു സുവർണ അവസരമായിട്ട് അക്രമമായിട്ട് അതിനുള്ള അവസരമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? വിശ്വാസികൾക്ക് കൃത്യമായി രാഷ്ട്രീയ ബോധ്യത്തിൽ അതിനെ അവർ വിലയിരുത്തി. ഇനി റാഷിദ് ഒരു കാര്യം കൂടി, ഇതേ BJP, ഇതേ സംഘപരിവാർ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ എന്ത് ആവേശപൂർവ്വമായിട്ടുള്ള സമരം നടത്തിയ കോൺഗ്രസും UDF-ഉം 4 സംരക്ഷണ ജാഥകൾ നടത്തി, നിരന്തര സമരങ്ങൾ നടത്തി. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടികളുടെ ദൂർത്തും കൊള്ളയടി നടന്നു. എന്ത് ആർജവമുള്ള നിലപാടെടുത്തു? ഇവർ സോണിയാഗാന്ധിക്കെതിരെ സമരം ചെയ്തു BJP. കുറച്ച് ദിവസം മുമ്പാണ് സദാനന്ദ ഗൌഡയുടെയും BJP-യുടെ ഉപമുഖ്യമന്ത്രിയുടെ ഒക്കെ പടം പോറ്റിയോടൊപ്പം വന്നത്. ഇവർ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്തു. കേരളത്തിലെ BJP ക്ലിഫ് ഹൗസിലേക്ക് ഒരു സമരം നടത്തിയോ? ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കടത്തിയോ? പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ BJP-ക്ക് സാധിച്ചോ? ശരി.